ബസ് കാത്തിരിപ്പിന് വിരസമാണെന്ന് പറയാൻ വരട്ടെ. കാസർഗോഡ് ബസ് സ്റ്റാൻഡിലെ ഇരിപ്പിനു കൂട്ടായി ഇനി ചേതനയും സാന്റിയാഗോയും മല്ലിയും ആമിറും നജീബുമൊക്കെ ഉണ്ടാകും. വായനശാല സാംസ്കാരിക കൂട്ടായ്മയുടെ പുസ്തകക്കൂട് കാസർഗോഡ് KSRTC ബസ് സ്റ്റാൻഡിൽ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. Your life, your moments. Sultan Diamonds and Gold. Treasure the golden moments of your life. വായനശാല സാംസ്കാരിക കൂട്ടായ്മയുടെ പുസ്തകക്കൂട് കാസർഗോഡ് KSRTC ബസ് സ്റ്റാൻഡിൽ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. എനിക്ക് തോന്നുന്നു ഇത് ആർക്കെങ്കിലും പുസ്തകം എടുത്തിട്ട് ബസ്സിൽ പോയിട്ട് അടുത്ത ഡിപ്പോയിൽ അടുത്ത വായനശാലയിൽ ഇത് നിക്ഷേപിക്കുക അങ്ങനെ ചെയ്യാനുള്ളൊരു സംവിധാനം വെച്ചുകൊണ്ടാണ് നമുക്ക് ആ ഒരു ട്രസ്റ്റിൻ്റെ പുറത്ത് ഇങ്ങനത്തെ പുസ്തകം എടുത്തിട്ട് വായന പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വായിക്കാത്തവരാരും അവിടെ കയറിയിട്ട് വെറുതെ പുസ്തകം എടുക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പം എന്തായാലും വായിച്ചിട്ട് ഇതെന്തായാലും എല്ലാവർക്കും ഉപകാരപ്രദമാകും. എന്തായാലും ഈ ഒരു ആശയം കൊണ്ടുവന്നു, ഇങ്ങനത്തെ ഒരു ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്നു നമ്മൾ KSRTC അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലത്തെ സ്റ്റാൻഡ് അതുപോലത്തെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും അതിൻ്റെ ഫെസിലിറ്റീസ് മെച്ചപ്പെടുത്താനും പാസഞ്ചേഴ്സിന് നല്ല ഒരു ട്രാവൽ എക്സ്പീരിയൻസ് കൊണ്ടുവരാനും ഉള്ള ഈ ഒരു ഇനീഷ്യേറ്റീവിന് എല്ലാവരുടെ ആശംസകൾ അറിയിക്കുകയാണ്. കൂടുതൽ ഇതുപോലത്തെ പ്രവൃത്തികൾ നമ്മുടെ KSRTCൻ്റെ ഭാഗത്തുനിന്നും നമ്മുടെ ജീവനക്കാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവട്ടെ എന്നും കൂടെ ആശംസിക്കുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ പേര് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് KSRTC. അതുമായിട്ട് ചേർന്നിട്ടുള്ള ഡോക്ടർ അംബിക സുധൻ മാങ്ങാട് മുഖ്യാതിഥിയായി. മറ്റ് ലഹരികളിലേക്ക് പുതിയ തലമുറ പോകുന്നതിന് പകരം വായന പോലെയുള്ള കല പോലെയുള്ള ലഹരികളിലേക്ക് കുട്ടികളെ പിടിച്ച് തിരിച്ചു കൊണ്ടുവരാൻ, യുവതലമുറയെ തിരിച്ചു കൊണ്ടുവരാൻ ഉള്ള ഒരു പ്രേരണ കൂടിയായിട്ട് ഇത്തരം സംരംഭങ്ങൾ മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൂട്ടായ്മയുടെ സംസ്ഥാനത്തെ രണ്ടാമത്തെ പുസ്തകക്കൂടാണിത്. സംസ്ഥാനത്തെ KSRTC ജീവനക്കാരും കുടുംബങ്ങളും അടങ്ങുന്ന സാംസ്കാരിക കൂട്ടായ്മയാണ് വായനശാല. ഫെബ്രുവരി 9 കണ്ണൂർ ഡിപ്പോയിലാണ് ആദ്യത്തെ പുസ്തകക്കൂട് തുടങ്ങിയത്. യാത്രക്കാർക്ക് സൗജന്യമായി പുസ്തകങ്ങൾ വായിക്കാനുള്ള തുറന്ന വായനശാല മാതൃകയിലാണ് പുസ്തകക്കൂട് ഒരുക്കിയത്. രജിസ്ട്രോ ലൈബ്രറിയനോ ഇല്ല. താൽപ്പര്യമുള്ളവർക്ക് ഇഷ്ടമുള്ള പുസ്തകമെടുത്ത് വായിക്കാം. പോകുന്നതിന് മുൻപ് തിരികെ വച്ച് സന്ദർശക ഡയറിയിൽ 2 വരി കുറിക്കാം. യാത്രക്കാർക്ക് മാത്രമല്ല, വായന ഇഷ്ടപ്പെടുന്ന പൊതുജനത്തിനും പുസ്തകക്കൂട് പ്രയോജനപ്പെടുത്താം. അമിതമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ശീലം തടയാനും വായന ആളുകളിലേക്ക് വ്യാപിപ്പിക്കാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് പുസ്തകക്കൂടെന്ന് വായനശാല വൈസ് പ്രസിഡന്റ് K. ഗൗരി പറഞ്ഞു. കൂട്ടായ്മയിലെ അംഗങ്ങളും പ്രസാധകരും പൊതുജനങ്ങളും സംഭാവന ചെയ്യുന്ന പുസ്തകങ്ങളാണ് ഇവിടെയുള്ളത്. ഉദ്ഘാടന സമ്മേളനത്തിൽ വായനശാല സാംസ്കാരിക കൂട്ടായ്മ രക്ഷാധികാരി PV രതീശൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K. പ്രദീപ് കുമാർ, ATO K. പ്രിയേഷ് കുമാർ, P. അശോക് കുമാർ, TK രാജൻ, M. അബ്ദുള്ള ജലീൽ, ഡോക്ടർ AA അബ്ദുൾ സത്താർ, BK സുകുമാരൻ, CH ഹരീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.